സമസ്ത നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരായ പ്രസ്താവന നടത്തിയതിന് ബഹാവുദ്ദീൻ നദ്വിയോട് വിശദീകരണം തേടി സമസ്ത 2 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമസ്ത മുഷാഫറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമാണ് ബഹാവുദ്ദീൻ നദ്വി. അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തിൽ ചില നയമാറ്റങ്ങളെ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അത് പരക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത സമസ്തയുടെ മുഷാവറ യോഗങ്ങളിൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ അന്വേഷിക്കും. അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും. സമസ്തയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവന നടത്തിയെന്ന് കാണിച്ചാണ് മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ബഹാവുദ്ദീൻ നദ്വിക്ക് സമസ്ത നോട്ടീസ് നൽകിയത്. 2 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് നോട്ടീസ് പറയുന്നു. സമസ്ത നേതൃത്വത്തെ വിമർശിച്ചതിനൊപ്പം സുപ്രഭാതം പത്രത്തിന് നയമാറ്റം സംഭവിച്ചതായി ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിരുന്നു. നയമാറ്റം പരിഹരിക്കേണ്ട സമയമാണെന്നും അടുത്ത മുഷാവറ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും പരസ്യമായി പറഞ്ഞതിന് പിന്നാലെയാണ് സമസ്ത നേതൃത്വം നദ്വിയോട് വിശദീകരണം തേടിയത്. സുപ്രഭാതത്തിന് നയമാറ്റം സംഭവിച്ചതുകൊണ്ടാണ് ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നും നദ്വി വ്യക്തമാക്കിയിരുന്നു. സമസ്ത നേതൃനിരയിൽ കടുത്ത ലീഗ് അനുകൂലിയായി അറിയപ്പെടുന്ന നേതാവാണ് ബഹാവുദ്ദീൻ നദ്വി. ലീഗ് നേതാക്കൾക്കൊപ്പം സമസ്ത മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ബഹാവുദ്ദീൻ നദ്വി ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.